അതുള്ളല്ലോ. പല്ലേച്ചാ പല്ലേച്ചു കണ്ടിട്ട് പല്ലേച്ച് കുളിച്ച പോലെയൊന്നും ഇല്ലല്ലോ. ഞാൻ കുളിച്ചിട്ടുണ്ട്, പല്ലേച്ചിട്ടുണ്ട്, സത്യം. എടി മക്കളെ, എന്റെ സാക്ഷരതാ ക്ലാസ് ഇന്ന് ഓണവും ഓണമത്സരവും അതുപോലെ തന്നെ കലാപരിപാടിയൊക്കെ ഉണ്ടടി. എന്റെ അച്ഛമ്മ എന്തെങ്കിലും പങ്കെടുക്കണ്ട? ആ, ഞാനേ തിരികത്തിച്ച് ഓടുന്നതിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ കാലം വെച്ചിട്ടോ? ഈ കാലം വെച്ച് ഞാൻ ഓടുകയും ചെയ്യും, ഫസ്റ്റ് മേടിക്കുകയും ചെയ്യും. അതുകൊട്ടെ ഞാൻ വരും. സാക്ഷരതാ ക്ലാസ്സിലേക്ക് കൊച്ചുകുട്ടികളെ കൊണ്ടുപോകാൻ പാടില്ല. പിന്നെ എടി പാട്ടു മത്സരം ഉണ്ട്, അതില് എനിക്കൊരു എതിരാളിയുണ്ട്, ആ വിമല. പിന്നെന്താ കുഴപ്പം? അച്ഛമ്മ പാട്. എടി ഏത് പാട്ട് പാടണമെന്ന് എനിക്കറിയില്ലല്ലോടി. ഞാൻ പറഞ്ഞാ പറ. അമ്മു മക്കളെ വായാടി അള്ളിപ്പൂമ്പൊടി താന്തോന്നി. ആ പാട്ട്. നീ എന്നെ കളിയാക്കുവാ? എന്തിനാ ഞാൻ കളിയാക്കണേ? അച്ഛമ്മയുടെ പ്രായത്തിന് പറ്റിയ ആൾക്കാർക്ക് ഉള്ള പാട്ടാത്. അച്ഛമ്മ, എനിക്കൊരു നല്ല സൂപ്പർ പാട്ടറിയാം. ഏതാ മോനെ? കരിമിഴിയുടെ കളവാണിക്കാർ കൂന്തല് കണ്ടപ്പ കണ്ണൊന്നോട്ട്. ശരിക്കില്ല പാട്ട അച്ഛമ്മേ? നീ ഇരുന്ന് പാടിക്കൂടാ. നമുക്ക് ഓണമത്സരം നടത്തായിരുന്നല്ലേ? നീ തന്നെ ഇരുന്ന് മത്സരിച്ചത്, ഞാൻ ഇപ്പൊ വരാം. ഞാൻ ഇതിന് ഒറ്റയ്ക്ക് ഇരുന്ന് മത്സരിക്കണം. ചേച്ചി, നമ്മുടെ പായസമൊക്കെ തീർന്നാ? തീർന്നിട്ടില്ലടി, ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. വേണോ? വേണോ? പിന്നെ കഴിക്കാം. എന്നാൽ കുറച്ച് എന്നിട്ട് കഴിക്കാം. ഫ്രിഡ്ജിലത് തണുത്ത പായസേ സൂപ്പറായിരിക്കും. നിങ്ങളൊരു കാര്യം അറിഞ്ഞാ? എന്നാ അച്ഛമ്മയുടെ സാക്ഷരതാ ക്ലാസ്സിലില്ലേ ഓണപരിപാടി ഉണ്ട്, അച്ഛമ്മ അവിടേക്ക് പോവാണ്. പൊക്കോട്ടെ. അതിനെന്നാ അച്ഛമ്മ വിമല മൂമ്മനെ പാട്ടുപാടി തോപ്പിക്കുന്ന പറയണേ. നമുക്ക് വേറെ പണിയൊന്നുമില്ലേ? എന്നാ അമ്മ നന്നായി പാടത്തില്ലേ? അവരെ പാടി തോപ്പിക്കാനുള്ള കഴിവൊക്കെ നമുക്കുണ്ട്. അങ്ങനെയൊന്നും പറയണ്ട സരിതേ. അതൊന്നുമില്ല, വിമല മൂമ്മ അച്ഛമ്മേലെ നന്നായി പാടും. മിക്കവാറും തോറ്റ് നാണം കെട്ട് വരാനാ വഴി. എന്നാ അവർക്ക് ഇത്ര ഹൈപ്പ് കൊടുക്കാൻ? ഞാൻ കേട്ടിട്ടുണ്ട് അവരുടെ പാട്ട്, നല്ല രസമുണ്ട്, അവർ നന്നായി അസലായി പാടും. അമ്മ അങ്ങനെ തോറ്റു തിന്നാൻ പാടുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. അങ്ങനെയാണെങ്കിൽ അപ്പച്ച ഒരു കാര്യം ചെയ്യും, അച്ഛമ്മയുടെ അടുത്ത് പാട്ട് പാടണ്ടെന്ന് പറ. അമ്മയെ പാടിപ്പിക്കണില്ല ഞാൻ. എന്തിനു പഠിപ്പ് നാണം കാണാൻ പോണ അവിടേക്ക്? അമ്മ നന്നായി പാടുമല്ലോടി, പിന്നെന്താ പ്രശ്നം? പക്ഷെ ഈ അമ്മൂമ്മയുടെ അടുത്ത് അച്ഛമ്മയ്ക്ക് പിടിച്ചിക്കാൻ പറ്റൂല. ഞാനേ അമ്മയെ പാടാൻ പോവാൻ സമ്മതിപ്പിക്കില്ല. ഓണാഘോഷത്തിൽ പോയാലല്ലേ അമ്മ പാടുള്ളൂ. അമ്മ പാടുന്നുണ്ടാ? നല്ലത്. എനിക്ക് അവിടെ തിരികേറ്റി വിട്ടപ്പോ സമാധാനായില്ലേ? ഞാൻ എന്ത് വരെയായിട്ടു? ഞാൻ ഉള്ള കാര്യമില്ലേ പറഞ്ഞേ? എടി, നമ്മൾ എന്തിനാണ് ഈ മറ്റുള്ള സപ്പോർട്ട് ചെയ്യുന്നത്? നമ്മളെ വീട്ടിലുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്യേണ്ടത്. ഞാൻ ആ അമ്മൂമ്മേനെ പ്രോത്സാഹിപ്പിക്കണല്ലേ, നല്ല കഴിവുള്ളവരെ ഞാൻ എപ്പോഴും പ്രോത്സാഹിപ്പിക്കും. ആ അമ്മൂമ്മേനെ അല്ല പ്രോത്സാഹിപ്പിക്കണ്ടേ, നീ നിന്റെ അച്ഛമ്മേനെ പ്രോത്സാഹിപ്പിക്കേണ്ടത്. അമ്മൂമ്മേനെ പ്രോത്സാഹിപ്പിക്കുന്നില്ലേ? അതിപ്പോ അച്ഛമ്മയ്ക്ക് അച്ഛമ്മയുടെ പാട്ടൊക്കെ എന്റെ ചാനലിൽ ഇട്ടുണ്ടല്ലോ, അത് പ്രോത്സാഹനല്ലേ. പിന്നെ ഇത് അച്ഛമ്മേലും കുറച്ച് കഴിവ് കൂടുതലുണ്ട്, ഞാൻ പറഞ്ഞു. അതിനിപ്പോ എന്താ തെറ്റ്? എല്ലാവർക്കും ഒരുപോലത്തെ കഴിവൊന്നും കിട്ടത്തില്ല മധു. കിട്ടൂല. അപ്പൊ അതിനനുസരിച്ച് പറയാൻ പഠിക്കണം. എന്ത് പറയാൻ പഠിക്കണം? അച്ഛമ്മ തോറ്റുപോയി നാണം കെടാണ്ടിരിക്കാൻ പറഞ്ഞല്ലേ. തോൽവിയും ജയല്ല സാധാരണ തന്നെയാണ്. പങ്കെടുക്കട്ടെ പോയിട്ട്, അങ്ങനെയല്ലേ വേണ്ടത്? എന്നാ പോയി പങ്കെടുക്കട്ടെ. പിന്നെ നീ എന്തിനാ ഇളക്കി വിട്ടത്? ഞാൻ ഇളക്കി വിട്ടതല്ല, അപ്പച്ചി പോയതല്ലേ തേങ്ങ. തേങ്ങയല്ല മാങ്ങ. തിരിമരിക്ക് ഞാൻ ചെയ്തോളൂ, പോ. വേണേ ഞാൻ ചെയ്തുതരാം. സാരി ഗ മ പ ധ നി സാ. ഇങ്ങനെയൊന്നും പാടല്. പിന്നെ വിമല അമ്മൂമ്മനെ തോപ്പിക്കണ്ടേ? എനിക്ക് വിമലനെ തോപ്പിക്കണം. എന്നാ മര്യാദ ശ്രുതിയിൽ പാട്. സാരി ഗ. അങ്ങനെയല്ല. പിന്നെ സരി ഗ മ പ ധ നി സ സാ നി ധ പ മ ഗ രി സ. സരി ഗ മ മ മ പ ഗ പ ധ നി. നീ വരുമ്പോ പിടുത്തം കിട്ടുന്നില്ലടി. അമ്മേ, എന്തിനാണ് അമ്മ ഇങ്ങനെ ശബ്ദ മലിനീകരണം നടത്തുന്നത്? എടി, ഞാൻ പാട്ട് പാടുന്നു. ശ്രുതി പാട്ട് പാടിയിട്ടെ സംഗതി പാടുന്നതാ. സംഗതിയല്ല, എന്നാടി അതിന് പറയുന്നത്? സരിഗമയാ. ഓ, അതും അറിയില്ല. ഇതിരി പതുക്കെ പാടാൻ പാടില്ലേ? മനസ്സിൽ പാട്. എടി, മനസ്സിൽ പാടിയാ എനിക്ക് പാട്ട് പഠിക്കാൻ പറ്റുമോ? അച്ഛമ്മ ഒരു കാര്യം ചെയ്യും, സ്റ്റേജിൽ കയറുമ്പോഴും മനസ്സിൽ തന്നെ പാടിയാ മതി. അതിനാര് സ്റ്റേജിൽ കയറുന്നത്? ഞാനാ.
എന്റെ സാക്ഷരതാ ക്ലാസ്സിലെ ഓണാഘോഷ പരിപാടിക്ക് ഞാൻ പാട്ടിന് പേര് കൊടുത്തിട്ടുണ്ട്. അതിന് സാധകം ചെയ്യുവാ ഞാൻ. നിർബന്ധമാണോ പാടുന്നത്? എനിക്ക് പാടണം. എനിക്ക് ആ വിമലേനെ തോപ്പിക്കണം. അമ്മയ്ക്ക് വേറെ പണിയൊന്നുമില്ല അമ്മ? വേറെ പണിയില്ലാത്തവരാണോ പാട്ട് പാടാൻ പോകുന്നത്? ഞാൻ എന്റെ അമ്മയുടെ കാര്യ പറഞ്ഞേ. എടി, എന്റെ കഴിവിൽ എനിക്ക് നല്ല വിശ്വാസമുണ്ട്. എനിക്ക് വിശ്വാസമുണ്ട്. അച്ഛമ്മക്ക് സൂപ്പർ കഴിവാ. ഇവളുടെ വിചാരം ഇവക്ക് മാത്രമേ ഡാൻസും പാട്ടും ഒക്കെ അറിയാവുള്ളെന്നാ. ഇവള് പറയണ വിശ്വസിക്കല്ലേ? അമ്മ വിമലാന്റെ മുമ്പിൽ തോൽക്കും. വെറുതെ നാണം കിടന്ന. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. എന്തെങ്കിലും ചെയ്യും. ഞാൻ എന്റെ കാര്യം തീരുമാനിച്ചോളാം. നീ പോകുന്നില്ല പാട്ടിന്. അച്ഛമ്മ പാടച്ചമ്മ, നമുക്ക് തോപ്പിക്കാം വിമലാന്റി. എനിക്ക് അവളുടെ മുമ്പിൽ ജയിക്കണോടി. ഇനി എടുക്കണ സാധകം. പിന്നെ അല്ലാണ്ട് ആദ്യം മുതൽ സൗണ്ട് കുറച്ച് പാടാം. സൗണ്ട് കുറച്ച പാട്ടിന് ശ്രുതി കിട്ടില്ല. ആൾക്കാർക്ക് പിച്ചക്കാരാണെന്ന് വീട്ടിൽ നിറച്ച്. അപ്പച്ചിക്ക് എന്താ, നമ്മുടെ വീടിന്റെ ലോണിൽ നിന്നല്ലേ നമ്മൾ പാടുന്നേ. അതാണ് അകത്തിരുന്ന പിന്നെങ്കിലും ഉണ്ടായിരുന്നു. ഇത് പറമ്പിൽ ആൾക്കാർ കാക്കൊക്കെ വരാൻ തുടങ്ങി. മോളെ, ശുദ്ധവായുല് പാട്ട് എനിക്ക് തൊണ്ടയിൽ നല്ല സ്വരങ്ങൾ കിട്ടുള്ളൂ. ഇവിടെ ഇരുന്നാല് ഒന്ന് പോയി തരാവോ? അമ്മ നീ ക്ലാസിക്കല് പിടിക്കാണ്ട് ഇത് ലൈറ്റ് എന്തെങ്കിലും പിടിക്കമ്മേ. ലൈറ്റോ? ക്ലാസിക്കല് തന്നെ വേണം. അച്ഛമ്മ പാടച്ചമ്മ. അയ്യോ, ഇല്ല, ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. ഉണ്ടോ? നീ അപ്പൊ ഞാൻ ജയിക്കും. പിന്നെ കണ്ടോടി. നിനക്ക് എന്റെ അമ്മയുടെ വല്ല വൈരാഗ്യം ഉണ്ടോ കൃഷ്ണൻ? അച്ഛമ്മ സൂപ്പർ അല്ലേ? നന്നായി, നല്ലത് മാത്രം വരട്ടെ. നമുക്ക് കുശുമ്പ. പിന്നല്ലാണ്ട് പൂമാലക്കാവിലെ പൂരവിളക്കുകൾ തൻ പൂമുഖം കണ്ടു കൊതിച്ചു പൊന്നെഴുത്താഞ്ചേലയുടെ 1000 രൂപ. 1000 രൂപയാ? എൻ്റെ 5 പൈസ ഇല്ലടേ. ഞാനെന്ത് ATM നീ എപ്പോഴും വന്ന് പൈസ ചോദിക്കാൻ? ഒച്ചൻ തരുന്ന മണി ATM. 1000 രൂപ താ, പോട്ടെ, സമയമില്ല. എൻ്റെ കയ്യിൽ പൈസ ഇല്ല. ഈ ATM കാലിയാണ് കുഞ്ഞേ. അപ്പൊ ഈ ചിപ്സ് വിട്ട പൈസയുടെ ബാക്കിയൊക്കെ എന്തോ ഇത്? ഓ, അതാണോ സംഗതി? അതിന്റെ അക്കൗണ്ടിങ് ഒന്നും ഞാനല്ല, നിന്റെ അച്ഛമ്മയാണ്. പോയി ചോദിച്ചു. എന്നാ അക്കൗണ്ട്സ് മാനേജർ പറഞ്ഞ് ഇവിടെ വന്ന് വിഡ്രോ ചെയ്തോളാൻ പൈസ. ഇങ്ങട് എന്തോന്നാടേ അതിന്റെ കണക്കൊക്കെ കൂട്ടി വന്നപ്പോ അത് സത്യം പറഞ്ഞ ഓണാഘോഷ പരിപാടി നഷ്ടത്തില്ല. ഈ ചിപ്സ് വിൽപ്പന ഈ തള്ളൊന്നും അപ്പുണ്ണി പോലും വിശ്വസിക്കില്ല. എന്നെ അടുത്ത് ചുമ്മാ തള്ള വെച്ച പൈസ താ, ഞാൻ പോട്ടെ. ഒരു ശകല ലാഭം ഉണ്ടായിരുന്നുള്ളൂ. എന്നാ ശകലം ലാഭത്തിൽ ശകലം പൈസ തന്നാ 1000 രൂപ, only 1000 താ, പോട്ടെ. എങ്ങനെയത്? നമ്മളിവിടെ ഓണം നല്ല ഗംഭീരമായിട്ട് ആഘോഷിച്ചില്ലേ? അതിനു വേണ്ടി ചെലവായി. ആകെ 10 പേർക്ക് സദ്യ ഉണ്ടാക്കി, പച്ചക്കറി മൊത്തം പറിച്ച് ഇവിടുന്ന്. പിന്നെ എവിടുന്ന് പൈസ ചെലവാൻ? ഓ, അപ്പൊ സദ്യ മാത്രമേ ഇനി ഓർക്കുന്നുള്ളല്ലേ? എല്ലാവർക്കും ഓണക്കോടി മേടിച്ചില്ലേടാ ചേർക്ക? അതൊക്കെ മറന്നാ? അപ്പൊ എന്നെ തേച്ചൊട്ടിക്കാനാ പരിപാടി അല്ലേ പ്രകാശ? എന്താന്നടേ, ഏതെങ്കിലും അച്ഛന്മാര് മക്കളെ തേച്ചൊട്ടിക്കോ? ഏതെങ്കിലും അച്ഛന്മാർ ചെയ്യില്ല, എന്റെ അച്ഛൻ ചെയ്യും. ഓ, നിനക്ക് അത്ര എന്നെ വിശ്വാസം ഇല്ലെങ്കിൽ അച്ഛൻ തേച്ചൊട്ടിച്ചു എന്ന് തന്നെ മകനങ്ങ് വിശ്വസിച്ചു കേട്ടോ. ഈ പണി നോക്കടാ. 1000 രൂപയല്ലേ ചോദിച്ചോളൂ? ഇവിടെ 1000 രൂപ തരാൻ എനിക്ക് നോട്ടടി യന്ത്രം ഒന്നും ഇല്ല കേട്ടോ. ബൈ. അമ്മ ഞാൻ പറഞ്ഞ കേൾക്കുമ്പോ പോവില്ല അമ്മേ. വെറുതെ നാണം കിടണ്ട അമ്മ. പോവണ്ട അമ്മേ. ഞാൻ പോവുകയും ചെയ്യും, പാട്ട് മത്സരത്തിൽ പങ്കെടുക്കുകയും ചെയ്യും, വിമലേനെ തോപ്പിക്കുകയും ചെയ്യും. വിമലാന്റെ നന്നായിട്ട് പാടും. എന്തോന്നത്? എടി പുഷ്പേ, ഞാനാണോ നന്നായിട്ട് പാടുന്ന? വിമലയാണോ കൂടി? അമ്മയല്ലേ നന്നായിട്ട് പാടുന്നത്. അവർക്ക് അങ്ങനെ പാടാനൊന്നും അറിയത്തില്ലമ്മേ. കണ്ടോടി, കേക്ക്. അമ്മയും മക്കളും കൂടി എന്റെ അമ്മേനെ കുഴിച്ചടിക്കാനുള്ള പരിപാടിയാണല്ലേ? നീ അടി എന്റെ കുഴി ചടിക്കുന്നു. അല്ല സരിതേ, എനിക്ക് അറിയാത്തോണ്ട് ചോദിക്കാം. അമ്മ ഈ മത്സരത്തിൽ പങ്കെടുത്ത നിന്റെ പ്രശ്നം എന്നാ? അമ്മ തോൽക്കും, അതാണ് എന്റെ പ്രശ്നം. തോറ്റു നാണം കെടും. തോറ്റ ഞാൻ അങ്ങോട്ട് സഹിച്ചു. ഞാൻ പക്ഷെ സഹിക്കൂല. നീ സഹിക്കണ്ട. അമ്മ തോക്കത്തൊന്നുമില്ല അമ്മേ. അമ്മ തന്നെയാ ജയിക്കുക. പിന്നെയുണ്ടല്ലോ, ഈ പാട്ട് പാടുന്നത് നേരിട്ട് കാണാൻ പറ്റാത്തൊരു സങ്കടം എനിക്കുണ്ട്. എടി മോളെ, നീ എന്റെ കൂടെ പോരെ. ബാ സാക്ഷരതാ ക്ലാസ്സിലേക്ക്. അയ്യോ, തിരുവോണമെല്ലാം കഴിഞ്ഞിട്ട് കുറെ ജോലിയല്ലേ. എടി, അതിനെ ഇവിടെ ചെയ്തോളൂ. അതൊക്കെ ഞാൻ ചെയ്യില്ല. വേണ്ട മേനി, അവൾ അതിന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അമ്മ പോയിട്ട് വാ. പിന്നെ മനസ്സിൽ വിഷമമൊന്നും വെക്കല്ലേ, അപ്പം പാടാൻ പറ്റത്തില്ല. കേട്ട് പഠിക്കടി. മരുമോളായ അവൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നത്, നീയോ? അമ്മയ്ക്ക് സത്യം പറയുന്ന ഒരു പുച്ഛല്ലേ? അമ്മ അനുഭവിക്കും. അനുഭവിച്ചോളാം ഞാൻ കേട്ടോ. പാട്ട് പാടി സ്റ്റേജിൽ തോറ്റു തുന്നം പാടി നാണം കെട്ട് നിൽക്കൂലേ? അപ്പൊ ഞാൻ പറഞ്ഞ അമ്മ ആലോചിക്കും. ആലോചിച്ചോളാം. അപ്പൊ മോളുടെ വില മനസ്സിലാവും കേട്ടോ. മനസ്സിലാക്കോളാം. അമ്മയ്ക്ക് നല്ലത് മാത്രം വരട്ടെ അമ്മ. അവക്ക് കുശുമ്പാടി ഞാൻ പാടുന്നതില്. അമ്മേ, അവള് സപ്പോർട്ട് ചെയ്യുന്നു വേണ്ട, ഞാൻ സപ്പോർട്ട് ചെയ്യാം അമ്മേ. എനിക്കറിയാടി എന്റെ മോൾ സപ്പോർട്ട്. പിന്നെ ഞാൻ പാടുന്ന ഒരു വീഡിയോ പിടിച്ചിട്ടേ മൊബൈലിലെ, അത് ഞാൻ നിന്നെ കൊണ്ട് കാണിക്കാം. നീ അത് കണ്ട് ആസ്വദിക്കണം. വീഡിയോ പിടിക്കാം. അപ്പൊ ഞാൻ പോട്ടെ മോളെ. കറിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ടാറ്റാ
ബൈ. ദൈവമേ, ഇനി ആ പാട്ട് വീഡിയോ ഞാൻ കാണണല്ലോ, എൻ്റെ വിധി. ഫ്രിഡ്ജ് വെച്ച് തണുത്ത പായസം കുടിക്കാൻ എന്തൊരു ടേസ്റ്റാ. ചേച്ചി നമുക്കൊരു ഓണമത്സരം ചെയ്താലോ? ഓണമത്സരം നടത്തിയാലോ? മത്സരം മത്സരം നടത്തിയാലോ? അതായത് നമുക്ക് പിന്നെ നടത്താം. നീ വേണമെങ്കിൽ പായസം കുടിക്കുന്ന. എനിക്ക് വേണ്ട, പായസം കുടിച്ച് മടുത്ത്. ഇപ്പൊ എനിക്ക് പായസം ഇഷ്ടമല്ല. വേണമെങ്കിൽ വേണ്ട, ഞാൻ കുടിച്ചോളാം. കുടിച്ചോ. എന്താണ് ചേച്ചിയാണ് നിങ്ങളുടെ ഒരു ഇഷ്ടാനിഷ്ടം? അതിന് പായസം ഇഷ്ടമല്ലോ. എടാ അപ്പോൾ നീ പായസം ഇഷ്ടമല്ലേ? നീ ലഡു കഴിച്ചോ? ഇതെന്നാ പതിവില്ലാണ്ട് ലഡു ഒക്കെ ആയിട്ട്? ഏതെങ്കിലും ബേക്കറി കട കാലിയാക്കിയിട്ടുണ്ടാവും. എന്താ അപ്പോൾ നീ അങ്ങനെ പറഞ്ഞത്? അല്ല, സാധാരണ വേണമെങ്കിൽ നമുക്കൊന്നും വാങ്ങി തരാറില്ലല്ലോ. ഓ, അപ്പൊ ഞാൻ നിനക്കൊന്നും വാങ്ങി തരാറേ ഇല്ല ഇതുവരെ. വേണമെങ്കിൽ ചങ്കിക്കൊള്ളുന്ന വർത്താനം പറയല്ലോ കേട്ടോ. അപ്പോൾ നീ വേണമെങ്കിൽ വീട് അതിങ്ങിത്താ, ഞാൻ കഴിച്ചോളാം. അവന് വേണമെങ്കിൽ വേണ്ട. അങ്ങനെ പെടുക്കണ്ട. എടാ പൊണി, നീ തന്നെ കഴിക്കരുത്, അത് എല്ലാവർക്കും കൊടുക്കണം. ഇതേ വേണമെങ്കിൽ ഓണം ട്രീറ്റാ. അയ്യേ, ഈ ഉണക്ക ലഡു ഓണ ട്രീറ്റോ? വേണമെങ്കിൽ കഴിച്ചാൽ മതി കേട്ടോ. ചെല്ലകത്തേക്കല്ലേ, തൽക്കാലം ചെന്നിട്ട് അച്ഛനെ വിളിച്ചോണ്ടോ. ശരി. ഓണത്തിന്റെ ട്രീറ്റ് എന്ന് പറഞ്ഞ 5-6 തുക്കട ലഡുവും കൊണ്ട് വന്നേക്കുന്നത്. അയ്യേ, നിനക്ക് എന്തിന്റെ കേടാടാ? വേണമെങ്കിൽ ഇത് മേടിക്കാനുള്ള പൈസ ഉണ്ടായിട്ടുണ്ടാവുള്ളൂ. അതിനിപ്പോ എന്താ? വേണുങ്ങളുടെ കൈ പൈസ ഇല്ലെന്ന്. അപ്പൊ ഈ ഓണത്തിന് വിറ്റ കായട മറ്റേ നമ്മുടെ ജിപ്സിന്റെ തന്നെ കാണൂല്ലോ കമ്മീഷൻ കയ്യില്. ഓ, പിന്നെ നിനക്ക് എങ്ങനെയാ അറിയാതൊക്കെ? എനിക്കറിയാം. അത് മാത്രമൊന്നുമല്ല, അങ്കിളിന് ഓണത്തിന് സമയത്ത് പല പരിപാടിയും കാണും. അത് ശരിയാ, വേണുകളിന് കുറച്ചും കൂടി നല്ല ട്രീറ്റ് ആവായിരുന്നു. എടി ഒരാള് ട്രീറ്റ് ചെയ്യുമ്പോ ഇങ്ങനെ കണക്ക് പറയണ സ്വഭാവം അത്ര നല്ലല്ല. അയ്യേ, ഇതിനൊക്കെ വേറെ അങ്കിള് ട്രീറ്റ് ചെയ്യാത്തതായിരുന്നു. ലഡുവും കൊണ്ട് വന്നേക്കും. വേണുങ്ങൾ ഇത്രയും പിശുക്ക് കാണിച്ച ഒരു പെണ്ണ് കിട്ടുമ്പോ എന്തുമായിരിക്കും അവസ്ഥ? അല്ല, നമ്മുടെ വേണുങ്ങളുടെ വിട്ട സുഹൃത്താരാ? അച്ഛൻ ആണല്ലോ. അച്ഛനാണ് പിശുക്കിന്റെ രാജാവ്. അച്ഛനല്ലേ അങ്കിളിനെ ഉപദേശിക്കുന്ന മൊത്തം. അതാണ് അങ്കിള് നന്നാവാത്ത. ഇനി മുതൽ നീ അങ്ങ് ഉപദേശിച്ചു കൊടുക്ക്, നന്നാവട്ടെ. ഞാൻ ഉപദേശിക്കും. ഞാൻ ഉപദേശിച്ച വേണമെങ്കിൽ ഇവിടെ വേണം നമ്മുടെ സമൂഹ സദ്യ നടന്നു. സദ്യ ചേട്ടൻ പോയി വേണുങ്ങളെ ഉപദേശിച്ചിട്ട് നന്നാക്കി വാ. ശരിയല്ലേ? യെസ്. നിങ്ങളുടെ നല്ല ലഡുവും വിഴുങ്ങിയിരിക്കെ, ഞാനൊന്ന് ഉപദേശിക്കട്ടെ. സെറ്റാക്കി വാ. താങ്ക് യു. പ്രകാശേ, എന്റെ വീടിന്റെ കുറച്ച് അറ്റകുറ്റപ്പണിയുണ്ട്, അതൊന്ന് ചെയ്തു തീർക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. അറ്റകുറ്റപ്പണി ഉണ്ട്, നീ ഉടനെ ചെയ്യണം കേട്ടാ. ഇല്ലെങ്കിൽ അത് ഇരട്ടി ആയിക്കൊണ്ടിരിക്കും. കുറച്ചേ പൈസ വരാനുണ്ട്, അത് വന്നു കഴിഞ്ഞായിരുന്നെങ്കിൽ അതങ്ങ് ചെയ്യായിരുന്നു. പൈസ വന്നാൽ ഉടനെ ചെയ്യണം, വെയിറ്റ് ചെയ്യരുത് പിന്നത്തേക്ക്. എന്റെ പൊന്ന് വേണമെങ്കിൽ ഈ പഴയ വീടും സോറി ഈ പഴയ വീട് നോക്കിക്കൊണ്ടിരിക്കാതെ അത് പൊളിച്ച് പുതിയ വീട് അങ്ങോട്ട് വെക്കുക. റെനോവേഷനൊക്കെ എന്തിനാ? പുതിയ വീട് പണിയാൻ പൈസ വേണ്ടേ? നീ തരുമോ പൈസ? ഈ പിശുക്കുന്ന പൈസ എല്ലാം കൂട്ടി വെച്ചേക്കല്ലേ എടുത്തങ്ങേറി. ഞാനല്ല പിശുക്ക് കാണിച്ചത്, നിന്റെ അച്ഛനാ പിശുക്ക് കാണിച്ചത്. അച്ഛന് പാരമ്പര്യമായിട്ട് പിശുക്ക് അച്ഛമ്മയുടെ കയ്യിൽ നിന്ന് കിട്ടി. ഞങ്ങൾക്ക് കിട്ടിയില്ല, എന്തോ ഭാഗ്യം. ഞാനും നിന്റെ അച്ഛമ്മയൊക്കെ പിശുക്കുന്നോണ്ടാ നീ ഇപ്പൊ ഇതുപോലത്തെ ഡ്രസ്സൊക്കെ ഇട്ട് വിലസി നടക്കുന്നത്. അച്ഛന് പിന്നെ പിശുക്ക്, അച്ഛന് ഭാര്യ മക്കളൊക്കെ ഇല്ലേ? അതേപോലെയാണോ വീടുകളോട്ടെ തടിയല്ലേ? എവിടെ പൈസ ഒക്കെ പോകുന്നത്? അനി ഞാൻ എന്താ പിശുക്ക് കാണിച്ചതാണോ നീ പറയുന്നത്? നമ്മളിവിടെ ഓണാഘോഷ വേണങ്ങൾ കണ്ടോ? കണ്ടു. പൈസ നമ്മൾ വാരി എറിയുമല്ലായിരുന്നോ? പറഞ്ഞു കേട്ടോ, നിങ്ങളിവിടെ പൈസ മുടക്കി വാരി എറിഞ്ഞ് ഓണം ആഘോഷിച്ചു. അതിന് ഞാൻ എന്ത് പിശുക്ക് കാണിച്ചെന്നാ പറയണത്? അത് ഇതുമായിട്ട് എന്ത് ലോജിക്കാടാ ഉള്ളത്? ഞങ്ങളുടെ കൂടെ ഓണം കൂടാൻ വേണമെങ്കിലും ഉണ്ടായിരുന്നേ. എന്നിട്ട് വേണമെങ്കിലും ഇപ്പൊ എന്തോ കാണിച്ചേ? 5 ലഡുവും കൊണ്ട് വന്നിട്ട് പറയുവാണ് ഓണത്തിന് ട്രീറ്റാ മക്കളെ കഴിച്ചോളാൻ. അത് അൾട്ടിമേറ്റ് പിശുക്കല്ലേ അച്ഛാ? പ്രകാശ്, നിങ്ങളുടെ മകൻ പറഞ്ഞു കേട്ടല്ലോ. എടാ, എന്റെ കയ്യിലുള്ള പൈസക്കല്ലേ എനിക്ക് എന്തെങ്കിലും ചെലവ് ചെയ്യാൻ പറ്റുള്ളൂ. നീ ഒരു വേണുവിനെ ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കരുത്, മോശം. ഞാൻ ഇൻസൾട്ട് ചെയ്തില്ല, ഞാൻ കാര്യം പറഞ്ഞല്ലേ. പിന്നെ നീ പറഞ്ഞതിന് അർത്ഥം എന്തുവാടാ? ഇവിടെ വന്ന് മൃഷ്ടാന്നം ഭക്ഷണം കഴിച്ചിട്ട് പോയിട്ട് 5 ലഡു കൊണ്ടുവന്ന് അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ നമുക്ക് കൊണ്ടുതന്നു, എന്റെ ആഘോഷമാണെന്ന് പറഞ്ഞു എന്നല്ലേ എന്റെ അർത്ഥം? അങ്ങനെ ഉദ്ദേശമല്ല ഞാൻ പറഞ്ഞത്. ഞാൻ വേറെ രീതിക്ക് ഉദ്ദേശിച്ച വേണമെങ്കിൽ അച്ഛൻ കുത്തിരിപ്പുണ്ടാക്കല്ലേ. നീ പറഞ്ഞത് എനിക്ക് മനസ്സിലായതാ. അങ്ങനെ ഞാൻ അങ്ങനെ ഒന്നും എച്ചിക്കണക്കൊന്നും പറഞ്ഞതല്ല. സന്തോഷായടാ, നീ അത് തന്നെ ഉദ്ദേശിച്ചത്, എനിക്ക് മനസ്സിലായി. എന്റെ ചങ്കല്ലേ, നീ ഇങ്ങനെയൊക്കെ ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കോ? മോശമായി പോയി സഞ്ജു. അച്ഛാ വെറുതെ വേണമെങ്കില ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് ഞാൻ പറഞ്ഞതല്ല. സഞ്ജു, എനിക്ക് കുറച്ച് പൈസ കയ്യിലേക്ക് വരാനുണ്ട്. അത് എന്റെ കയ്യിൽ വന്നാൽ ആദ്യം നിന്നെ വിളിക്കാൻ ഒരു സദ്യ ഞാൻ വിളമ്പിത്തരും. പ്ലാസ്റ്റിക്കിന്റെ ഇലയിലല്ല, വാഴയില, ഒന്നാന്തരം വാഴയിലയില് കേട്ടോ. ഞാൻ പിശിക്കുന്ന ശരിയാക്കി തരാടാ. എടി, നമ്മുടെ ഓണത്തിന്റെ റീലല്ലേ, അത് ഞാൻ ഇട്ടിട്ട് ഭയങ്കര റീച്ചായി. ശരിക്കും? പിന്നെ ചേച്ചിയുടെ അക്കൗണ്ട് ഇട്ട് റീച്ച് ആയോ? ഇത് നിനക്ക് ഒരു പുച്ഛം? അത് സാധാരണ 1500 മേലെ വ്യൂസ് കേറാത്ത, അതുകൊണ്ട് ചോദിച്ചതാ. അതൊക്കെ പണ്ട്, ഇപ്പൊ അങ്ങനെയൊന്നല്ല. എന്നിട്ട് ഇപ്പൊ എത്ര വ്യൂസ് ഉണ്ട്? 2000.
ആഹാ നല്ല റീച്ചാ. ഈ പിള്ളേരെ നിനക്ക് നിങ്ങളുടെ കാര്യം മാത്രമുള്ള ഞങ്ങക്ക് ഞങ്ങളുടെ കാര്യം മാത്രമല്ലാണ്ട് അപ്പച്ചിയുടെ കാര്യം കൂടി നോക്കണോ? എടി ഒരു കുടുംബത്തിൽ ജീവിക്കുമ്പോഴേ പരസ്പര സഹായ സഹകരണമൊക്കെ വേണം. അതിനിപ്പോ ഞങ്ങൾ എന്തോന്ന് ചെയ്തു? നിങ്ങൾക്കില്ല പരസ്പര സഹായം. ഞങ്ങളിപ്പോ എന്താ ചെയ്തതിന്? നിങ്ങൾ ആ വേണുകൊട്ടം കൊണ്ടുവന്ന ലഡു മൊത്തം മിണുങ്ങിയില്ലേ? ഒരു കാശിന് എനിക്ക് തന്ന. അയ്യേ, ഒരു ലഡ്ഡു കേസാണോ പരസ്പര സഹായം എന്തോ സഹകരണം എന്നൊക്കെ പറഞ്ഞേ? നിങ്ങൾക്കത് വലിയ സംഭവമല്ലായിരിക്കും, പക്ഷെ എനിക്കിത് വലിയ സംഭവമാ. അയ്യപ്പ ഒരു ലഡ്ഡു കഴിക്കണതാണ് അത്ര വലിയ സംഭവം. അതല്ല, വീട്ടിലെല്ലാവർക്കും നീ ഷെയർ ചെയ്ത് കൊടുക്കണ്ടേ നിങ്ങള്? അപ്പച്ചി ഈ ലഡു എന്ന് പറയണത് അത്യപൂർവ സാധനമൊന്നും അല്ല, എവിടെയും കിട്ടും, വാങ്ങിച്ച് കഴിക്കാം. ഒരു പല്ലിമിഠായി കിട്ടിയാൽ പോലും ഷെയർ ചെയ്ത് കഴിക്കണം എന്ന് എൻ്റെ അമ്മ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്. അത് അച്ഛമ്മ നമ്മളെ അങ്ങനെയൊക്കെ തന്നെയാ പഠിപ്പിച്ചിട്ടുള്ളത്. പിന്നെ എന്തുകൊണ്ട് ലഡു എനിക്ക് തന്നില്ല? എന്റെ പൊന്നപ്പച്ചി ആകെ കുറച്ച് ലഡ്ഡു ഉണ്ടായുള്ളൂ, അത് ഞങ്ങളിങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞുകൊണ്ടിരുന്ന പങ്ക് കഴിച്ചു പോയി. ഒരു കഷ്ണം പോലും തരാണ്ട് ഷെയർ ചെയ്ത് കൊടുക്കണോടി. അപ്പച്ചി ഇപ്പൊ ലഡ്ഡു മതിയോ? ഞങ്ങൾ വാങ്ങിച്ചെന്നാ മതിയാ? എനിക്ക് ലഡു തിന്നാൻ കൊതി ഉണ്ടായിട്ടൊന്നും പറഞ്ഞൊന്നുമല്ല. ആ കണ്ടാ, അപ്പച്ചിക്ക് ലഡുവിനോട് വലിയ താല്പര്യമൊന്നുമില്ല. ഞാൻ ആലോചിക്കുകയും ചെയ്തു അപ്പച്ചി, നമ്മൾ കഴിച്ചോണ്ടിരുന്നപ്പോഴത്തേക്കും മണം പിടിച്ച് വന്നില്ലല്ലോ എന്ന്. മണം പിടിച്ച് വരാൻ ഞാൻ എന്താ പട്ടിയാ? അങ്ങനെ പറഞ്ഞിട്ടില്ല. നിന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലടി. നിന്നെ വളർത്തി വലുതാക്കിയ ആളുണ്ടല്ലോ, അവരെ പറഞ്ഞാൽ മതി. ഞാൻ അവളോട് പോയി ചോദിക്കാൻ പോവാ. ലഡ്ഡു കേസാ? ആ ഒന്ന് ചോദിക്കി. ഒറ്റക്കേട് മുടുങ്ങി എല്ലാവരും കൂടിയിട്ട് ഒരു തുള്ളി തന്നില്ല. ആരുടെ കാര്യം പറഞ്ഞേ? നിന്നെ ആരാ വളർത്തി വലുതാക്കി? അച്ഛനും അമ്മയും. ആണോ? അപ്പൊ അവരോട് തന്നെ ഒരു ഓണത്തല്ലിന്റെ കുറവുണ്ടായിരുന്നു, അതിപ്പോ എന്ത് തീർക്കും? കിട്ടിക്കോളും. അമ്മേ, എന്നാടാ ഈ സദ്യ കഴിച്ചതിന്റെ കണക്കല്ല ഞാൻ പറയോ വേണങ്ങളോട്? അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? എടാ മോനെ, എനിക്ക് തോന്നിയിട്ട് എന്താ കാര്യം? അവനങ്ങനെ തോന്നിയില്ലേ? പിന്നെ അതിനെല്ലാം കാരണം അച്ഛനാണ് ഇടയ്ക്ക് കയറി ഇത് പൊക്കി അങ്ങ് പറഞ്ഞത്. അതാ ഈ വിഷയം മൊത്തം ഉണ്ടായത്. അല്ലെ നീ എന്തിനാ അവനെ ഉപദേശിക്കാൻ പോകാൻ നിന്നത്? ഞാനൊന്ന് വേണവും കൂടെ നന്നായിക്കോട്ടെ എന്ന് വെച്ചൊന്ന് ഉപദേശിക്കാൻ പോയതാ, പിശുക്ക് മാറ്റാൻ വേണ്ടി. എന്നിട്ട് അവൻ നന്നായോ? സന്തോഷായല്ലോ എൻ്റെ മോന്. അമ്മ അങ്കിളിനോടൊന്ന് സമാധാനത്തിൽ ഇത് പറഞ്ഞൊന്ന് സെറ്റാക്കി ഈ തെറ്റിദ്ധാരണ മാറ്റിത്താ പ്ലീസ്. എന്നെ അതിനൊന്നും കിട്ടത്തൊന്നുമില്ല. എന്നിട്ട് വേണം അവൻ പറയാ ഞാൻ കണക്ക് പറയാൻ പോയിന്ന്. അതൊന്നും നടക്കാത്ത കാര്യം നിങ്ങൾ തന്നെ തീർത്തോളൂ. എന്ത് സ്വഭാവം? ആ, എന്റെ സ്വഭാവം കുറച്ച് ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഞാൻ പോയി സംസാരിച്ചോളാം. നീ തന്നെയല്ലേ ആക്കി വെച്ചത്, പിന്നെ എന്നോട് ഇങ്ങനെ പറയാൻ നിൽക്കുന്നേ? ഓരോന്ന് വേണ്ടാത്ത പണി എടുത്ത് വെച്ചിട്ട്. ചേച്ചി, എനിക്ക് ചേച്ചിയുടെ ഒരു കാര്യം പറയാനുണ്ട്. ആ പറ, എന്നാന്ന്? നമ്മുടെ വീട്ടില് ആരെങ്കിലും എന്തെങ്കിലും കഴിക്കാൻ കൊണ്ടുവന്നാ ചേച്ചി എന്ത് ചെയ്യും? പറമ്പിൽ കൊണ്ട് കുഴിച്ചിടും. കൊത്തുന്നു പറ. കഴിക്കാൻ കൊണ്ടുവന്നെങ്കിൽ കഴിക്കും, പിന്നെ ഇപ്പം എന്ത് ചെയ്യാനാ? കളയാൻ പറ്റുമോ? ഒറ്റയ്ക്ക് വിടുന്നു. അതെന്താ അങ്ങനെ ഒരു വർത്താനം? ചേച്ചിയുടെ മക്കളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ചേച്ചി അങ്ങനെ തന്നെയാ. ഞാനെന്നാ ചെയ്തത്? മര്യാദക്ക് കാര്യം പറ. എന്നാ ചേച്ചി ആ വേണുകുട്ടം കുറച്ച് ലഡു കൊണ്ടൊന്നില്ലേ, ചേച്ചിയുടെ മക്കൾ ഒറ്റയ്ക്ക് വിഴുങ്ങി, ആർക്കും കൊടുത്തില്ല. കൊടുത്തില്ലടാ. അയ്യേ, വേണങ്ങളോടെ ലഡു ആണോ അപ്പച്ചിക്ക് വേണ്ടേ? എന്റെ ലഡു ഞാൻ തന്നെ എന്താ ചോദിക്കാഞ്ഞേ? അയ്യോ, ലഡു കഴിക്കാൻ വേണ്ടി കൊതിമൂത്ത് നിൽക്കല്ലേ ഞാൻ. അപ്പം പിന്നെ എനിക്ക് വേണ്ടല്ലോ. അയ്യോ, എനിക്ക് വേണ്ട. ആ വേണ്ട, പ്രകാശേട്ടനും കഴിക്കാറില്ല ഷുഗർ ഉള്ളത് കൊണ്ട്. പിന്നെ എനിക്ക് മധുരത്തോട് വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ മക്കൾ കഴിക്കട്ടെ, അതിനെന്താ? എന്നാ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, പ്രായമായ ആൾക്കാർക്ക് ലഡു കഴിച്ചുകൂടാന്ന് നിയമമൊന്നുമില്ലല്ലോ. അമ്മ ഈ വീട്ടിലല്ല താമസിക്കുന്നത്, അമ്മയ്ക്കൊരു ലഡു കൊടുത്തൂടെ? പോട്ടെ, ഒരു പകുതി കഷ്ണം കൊടുത്തൂടെ? കൊടുത്തില്ലടാ. അത് പുണ്ണിയുടെ കയ്യിലായിരുന്നു ബാഗ്, എനിക്കറിയില്ല കൊടുത്തില്ല. മിണിങ്ങി എന്ത് മക്കളാണത്? അപ്പച്ചിക്ക് ലഡു ഞാൻ വേണം ഇന്ന് വാങ്ങിച്ചു തരാം, മതിയോ? അയ്യോ, എനിക്ക് ലഡു വേണ്ട. ലഡു തരാത്തല്ലേ ചേച്ചി, നമ്മുടെ വീട്ടിലൊരു സാധനം കൊണ്ട് തരുമ്പോൾ നമ്മളെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. അതൊക്കെ ഒരു സന്തോഷല്ലേ? എനിക്ക് എത്ര പറയാനുള്ളൂ. അപ്പച്ചി തുടങ്ങി കേട്ടാ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ. നിർത്തടാ. ഒരു സാധനം കൊണ്ടുവന്ന് എല്ലാവർക്കും കൊടുത്തിട്ട് കഴിക്കണം, അല്ലാണ്ട് ഒറ്റക്കങ്ങ് വിഴുങ്ങലല്ല, പറയിപ്പിക്കാനായിട്ട്. ഈ വീണോ കൊണ്ട ലഡു ഇപ്പൊ എല്ലാത്തിനും കാരണം ലഡു കൊണ്ട് വന്നേക്കും. വായി നോക്കി കണ്ടി തുണി എടുത്തൂടെ? ചേച്ചി അങ്ങോട്ട് എടുക്കും. ഈ സഞ്ജുവിന്റെ ഡ്രസ്സ് എടുത്തോണ്ട് പോക്കൂടെ? ആ, അതെടുക്കണ്ട, അത് തറയിലോട്ടാണ് ഇട്. ആ വന്നെടുക്കട്ടെ. എന്നിട്ട് വീണ്ടും കയറി വന്ന് എടുക്കാനാ? ശരിയാ, നമ്മൾ തന്നെ എടുക്കേണ്ടി വരുമല്ലോ. ചേട്ടാ ചോദിക്കാ. മക്കളെ, നിങ്ങൾ അപ്പച്ചിക്ക് കൊടുക്കാതെ ലഡു തിന്ന് തീർത്ത് കളഞ്ഞോ? ആ, തിന്നല്ല, നല്ല ടേസ്റ്റ് ആയിരുന്നു. ചേട്ടാ, എനിക്ക് കിട്ടാത്തല്ല ചേട്ടാ, അമ്മയ്ക്കൊരു കഷ്ണം പോലും വെച്ചില്ല അവര്. അയ്യോ, അച്ഛമ്മയോട് അങ്ങ് സ്നേഹം ഒലിച്ചു കിടക്കുമല്ലേ,
അവരുടെ ഒരിക്കും എന്റെ അമ്മയുടെ ഏത് അയ്യോ ഇത്രയ്ക്ക് സ്നേഹം ഉണ്ടായിട്ടാണോ അച്ഛമ്മ പാട്ട് മത്സരത്തിന് പോകുമ്പോ അപ്പച്ചി തടയാൻ നോക്കിയത്? അതെനിക്ക് സ്നേഹം ഉണ്ടായിട്ടോ തടയാൻ നോക്കിയത്. അളിയമ്മ തോറ്റു തിന്നാൻ പാടില്ലേ? അല്ലാണ്ട് അസൂയ കൊണ്ടിട്ടല്ലേ? ഞാൻ എന്തിനാ അസൂയപ്പെടുന്നത്? അച്ഛമ്മ ഈ പ്രായത്തിൽ പാട്ടൊക്കെ പാടി അടിച്ചു പൊളിച്ച് നടക്കണ കണ്ടിട്ട് അപ്പച്ചിക്ക് അസൂയ. എനിക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ നന്നായി അടിച്ചു പൊളിച്ച് തന്നെ നടക്കണത്. നിർത്ത്, പഴക്കിടാതെ. അതല്ലല്ലോ ഇവിടുത്തെ വിഷയം. കുഞ്ഞുങ്ങള് അച്ചമ്മയ്ക്ക് കൊടുക്കാതെ ലഡു കഴിച്ചോ ഇല്ലയോ? അച്ഛ കഴിച്ചു എന്നുള്ളതാണ്, പക്ഷെ അച്ഛമ്മ അതിന് ഇവിടെ ഇല്ലല്ലോ. അത് ശരിയാണല്ലോ. അമ്മ ഇവിടെ ഇല്ലല്ലോ, പിന്നെ അമ്മയ്ക്ക് എങ്ങനെയാണ് ലഡു കൊടുക്കുന്നത്? ചേട്ടാ ഈ ലഡു ഓടിപ്പോകുന്നില്ലല്ലോ, മാറ്റി വെക്കാലോ. അയ്യോ അത് ശരിയാണല്ലോ. ആ ലഡു മാറ്റി വെക്കായിരുന്നില്ലേ അച്ചമ്മയ്ക്ക്? എന്റെ അച്ഛമ്മ ഈ സാക്ഷരതാ ക്ലാസ്സിൽ ഓണം കൂടാൻ പോയേക്കല്ലേ, അവിടെ നല്ല സദ്യ ഒക്കെ കിട്ടും. ആ സദ്യ ഒക്കെ കഴിച്ചു വരുമ്പോ പിന്നെ എന്തിനാണ് ഈ ലഡു ഒക്കെ?